പ്രധാനപ്പെട്ട നദികൾ. സിന്ധു. സിന്ധു എന്ന സംസ്കൃത പദത്തിന് സമുദ്രം, നദി എന്നാണ് അർത്ഥം. പാകിസ്ഥാന്റെ ജീവനദിയായ സിന്ധു ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് സമീപമുള്ള കൈലാസ് മലനിരകളിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. സിന്ധുവിന്റെ ഒരു പ്രധാന പോഷക നദിയാണ് സത്ലജ്. സിന്ധു നദിയുടെ ഉദ്ഭവം കണ്ടെത്തിയ സ്വീഡിഷ് പര്യവേഷകനാണ് സ്വൈൻ ഹൈഡിൽ. സിന്ധുവും കൈവഴികളും കടന്നുപോകുന്ന ഭൂപ്രദേശത്ത് അഭിവൃദ്ധി പ്രാപിച്ച സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീജല കരാർ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചത് 1960-ലാണ്. സിന്ധു നദി അറബിക്കടലിലാണ് പതിക്കുന്നത്. ചലം, ചിനാബ്, രവി, സത്ലജ് എന്നിവയാണ് സിന്ധുവിന്റെ പ്രധാന പോഷക നദികൾ. ബ്രഹ്മപുത്ര. 2900 കിലോമീറ്റർ നീളമുള്ള ബ്രഹ്മപുത്ര 725 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യക്ക് അകത്തുകൂടി ഒഴുകുന്നത്. കൈലാസ് പർവ്വതത്തിലെ മാനസ സരോവർ തടാകത്തിന് തെക്കുകിഴക്കുള്ള ഹിമപാടമാണ് ബ്രഹ്മപുത്രയുടെ ഉദ്ഭവം. ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ്പോ എന്നാണ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയെ അറിയപ്പെടുന്നത് ഡിഹാങ് എന്നാണ്. ജമുന എന്ന പേരിൽ ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നു. വൻതോതിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ബ്രഹ്മപുത്ര നദിയുടെ അന്ത്യഘട്ടം ബംഗ്ലാദേശിലൂടെയാണ്. ബംഗാൾ ഉൾക്കടലിലാണ് ബ്രഹ്മപുത്ര അവസാനിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ജലസമൃദ്ധമായ നദിയാണ് ബ്രഹ്മപുത്ര.